അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷെമ ഫിന്നിയാണ്. പഞ്ചാബിൽ അസംബ്ലി സപ്പോർട്ട് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസിയാണ് ഇന്ന് നമ്മോടൊപ്പം സാക്ഷ്യം പറയുവാനായി കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഈ സമീപകാലത്ത് പഞ്ചാബില് വളരെ ശക്തമായ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക പ്രിയപ്പെട്ടവര് കർത്താവിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വാത്സല്യ കുടുംബത്തെയും ആ ദേശത്തെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് നമുക്ക് അവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷെമ ഫിന്നിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എൻ്റെ സാക്ഷ്യം പറയുവാൻ അരോമ TV മുഖാന്തരം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ അരോമ TV ചാനലിൽ കൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ എന്നെ ഈ ചാനലിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഷെമ ഫിന്നി. കഴിഞ്ഞ 21 വർഷമായി പഞ്ചാബിൽ മുക്സർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ കുടുംബമായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിനിസ്ട്രിയോടനുബന്ധിച്ച് ഞങ്ങൾ ആയിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് പാസ്റ്റർ ഫിന്നി ജോർജ്. പഞ്ചാബിൽ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സെക്ഷൻ പ്രസ്ബിറ്ററായി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡിന്റെ യൂത്ത് ഡയറക്ടറായി കർത്താവിന്റെ ദാസൻ ദൈവവേല ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, 2 ആൺമക്കൾ. മൂത്ത മകൻ ഫെബിൻ ജി ഫിന്നി +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ച് എക്സാം ചെയ്തുകൊണ്ടിരിക്കുന്നു, ജർമ്മൻ. ഇളയ മകന്റെ പേര് സ്റ്റെഫിൻ ജി ഫിന്നി, മോൻ +2 ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 4 പേരും ഒരുമിച്ചാണ് ഈ ദേശത്ത് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ ബാല്യകാലം, എൻ്റെ മാതാപിതാക്കളെ അവരെ പരിചയപ്പെടുത്തുവാൻ നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൽ പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയിൽ മേക്കിഴൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഞാൻ ജനിച്ചത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണെങ്കിലും എൻ്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടെങ്കിലും എൻ്റെ മാതാവിനെ വിവാഹം കഴിച്ച ഒരു ബന്ധക്കോസ്റ്റ് ഇതിലാണ് വിവാഹം കഴിച്ചെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ പിതാവ് രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പിന്മാറിപ്പോയി. ഏകദേശം 15 വർഷത്തോളം രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ എൻ്റെ മാതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്രകാരം അതിൻ്റെ ഒരു മറുപടി എന്ന് വേണം, എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ പിതാവും ഒരുമിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നു. എനിക്ക് എൻ്റെ മാതാവ്, പിതാവ്, 2 സഹോദരങ്ങളാണ്. എൻ്റെ ഇളയതൊരു അനിയത്തിയാണ്. അവർ ഇന്ന് UK കുടുംബമായിട്ടായിരിക്കുന്നു. അതിനിളയത് ഒരാങ്ങളെയാണ്. അവൻ ബിസിനസ്സിനനുബന്ധിച്ച് ഞങ്ങൾക്ക് വണ്ടിയുടെ ബിസിനസ്സാണ്. അനുബന്ധിച്ച് കർണാടകയിൽ എന്ന് പറയുന്ന ദേശത്ത് ജോലിയോടനുബന്ധിച്ചായിരിക്കുന്നു. ഞാൻ എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്,
രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മാതാവും ഞങ്ങളെ കുഞ്ഞുനാളിലെ ചർച്ചിൽ പോകുന്ന കാര്യത്തിലും സൺഡേ സ്കൂളിൽ പോകുന്ന കാര്യത്തിലും എല്ലാം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ അതിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ആ സമയത്തൊന്നും ചർച്ചിലൊന്നും കടന്നു വരാത്ത ഒരു അനുഭവമായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിയായിരുന്നു. അതിന് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവപ്രവൃത്തികൾ ചെയ്തു. എൻ്റെ ഏകദേശം 8ാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് പെട്ടെന്ന് ഒരു രോഗിയായി തീരുവാനിടയായിത്തീർന്നു. നടുവിന് ചില പ്രശ്നങ്ങൾ വന്ന് നടുവിന്റെ കണ്ണി അകന്ന് ഡോക്ടർമാര് പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം ചില മാസങ്ങൾ അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷെ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഡോക്ടർ മറുപടി ഇതായിരുന്നു: ഇനി എൻ്റെ പിതാവ് എഴുന്നേറ്റ് നടക്കുകയോ ഒരു ജോലി ചെയ്യുവാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല എന്നൊരു മറുപടിയാണ് ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. എൻ്റെ മാതാവ് ഒത്തിരി ആ സമയങ്ങളിലൊക്കെയും ഭാരപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഞാനാണ് മൂത്തത്, എൻ്റെ ഇളയ സഹോദരങ്ങളാണ്, ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കാട്ടി 3 വയസ്സിനുള്ളതാണ് എൻ്റെ സഹോദരി, അതിന് 3 വയസ്സിനുള്ളതാണ് എൻ്റെ ആങ്ങള. അങ്ങനെ ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, അവരൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. എന്നാൽ ആ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി സാമ്പത്തികമായി ഞങ്ങളുടെ ഒരു മീഡിയം ക്ലാസ് ഒരു ഫാമിലി ആയിരുന്നു. സാമ്പത്തികമായ ഒത്തിരി അങ്ങനെ ഒരു വലിയൊരു അവസ്ഥയിലല്ല ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ ആ സമയത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു. പക്ഷെ എൻ്റെ മാതാവ് ആ സമയത്തൊക്കെയും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ഒരു നല്ലൊരു ഹൃദയം എൻ്റെ മാതാവിനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. ഞാൻ പറയട്ടെ, ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ പിതാവ് ഒരുമിച്ച് ജലത്തിൽ ദൈവത്തെ സ്നാനം ഏറ്റെടുക്കുന്നതും. അത് മുഖാന്തരം എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ദൈവം കൊടുത്തു. എന്നാൽ അന്ന് ഡോക്ടർ എൻ്റെ 8ാമത്തെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഏകദേശം 13 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഡോക്ടർമാർ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുകയില്ലെന്ന്. പക്ഷേ ഞാൻ ഇന്ന് പറയട്ടെ, എൻ്റെ പിതാവിന് ഏകദേശം 70 വയസ്സുള്ളെന്ന് ഇന്നും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ പിതാവിന് തേനിന്റെ ബിസിനസ്സാണ്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയാം, ഒത്തിരി സ്ഥലങ്ങളിൽ അതിൻ്റെതായ ജോലി കാര്യങ്ങളുണ്ട്. എന്നാൽ രാവിലെ 7 മണിക്ക് പോയി മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം 5 മണി 6 മണി കഴിഞ്ഞാണ് ഭവനത്തിൽ തിരിച്ചു വരുന്നത്. ഈ ജോലിയൊക്കെ ചെയ്യുവാനുള്ള വലിയ സൗഖ്യം എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ദാനമായിട്ട് കൊടുത്തത്. ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ ശാരീരികമായിട്ട് ഒത്തിരി ബലഹീനതകളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയമാണ്. എന്നാൽ എൻ്റെ പിതാവ് ഇന്ന് ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ജോലി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഒരിക്കലും ഞാൻ ദൈവവേല ചെയ്യണമെന്നോ ഒരു ദൈവത്തിന്റെ വേലയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിത്തിരിക്കണമെന്നോ ആഗ്രഹിച്ച വ്യക്തിയല്ല. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ പിതാവിന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഒരു രോഗിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവ് ആഗ്രഹിച്ചു, ഞാൻ നല്ല രീതിയിൽ പഠിച്ച് ഞാൻ എൻ്റെ ഭവനത്തിനൊരു ആശ്വാസവും ഒരു നെടുംതൂണാകണമെന്ന്, അവർക്ക് വേണ്ടി അവർക്കൊരു ആശ്വാസമായി തീരും, അവർക്കൊരു സപ്പോർട്ടായി തീരണമെന്ന് എൻ്റെ പിതാവ് ആഗ്രഹിച്ചു. അപ്രകാരം എന്നെ +1 മെഡിക്കൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചു. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം ഇതായിരുന്നു: എങ്ങനെയെങ്കിലും എന്നെ ഒരു നേഴ്സ് ആക്കുക, എങ്ങനെയെങ്കിലും ആ ജോലി എനിക്ക് ലഭിച്ച് എൻ്റെ ഭവനത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഞാനൊരു ആശ്വാസമായി തീരുമെന്ന്. എന്നാൽ എൻ്റെ +2 വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ +2 വിദ്യാഭ്യാസം ഏകദേശം ലാസ്റ്റിൽ ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളൊക്കെ നേരിട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു എന്താണ് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നേരിടുന്നതെന്ന്. എന്നാൽ അനേക ദൈവദാസന്മാര് ഞങ്ങളുടെ സഭയില് കടന്നു വരുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ച്
പല ദൈവദാസന്മാരും ദൈവത്തിന്റെ ആലോചന ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: നീ ദൈവത്തിന് വേണ്ടി എടുക്കപ്പെട്ടവളാ, നീ ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ടവളാ. പക്ഷെ ഞാൻ ഓർത്തു, ഇതൊക്കെ ഇങ്ങനെ പറയുന്നതാണ്, പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു ആശ്വാസമാകണം. ഞാൻ ഒരിക്കലും വേല ചെയ്താൽ എനിക്കൊരു സാമ്പത്തിക നന്മ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾക്കൊന്നും ഇത്ര ഗാംഭീര്യത കൊടുത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ +2 വിദ്യാഭ്യാസത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുകയും, നീ നേഴ്സിംഗിന് കടന്നു പോയാൽ അവിടെ നഷ്ടങ്ങൾ വന്ന്, ശാരീരിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്ന്, അതിൻ്റെ നടുവിൽ നിനക്ക് ഇട്ടിട്ട് വരേണ്ടിയ ഒരു അവസ്ഥ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ആലോചന അറിയിച്ചു. അപ്രകാരം ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ 18ാമത്തെ വയസ്സിൽ എൻ്റെ മാതാപിതാക്കളോ ആരും എനിക്ക് ഒരു അനുകൂലമായ സാഹചര്യമല്ലായിരുന്നു പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്ക് പോകുന്ന ഒരു ആ അനുഭവത്തോടെ. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇന്നും പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആ ധൈര്യം, ആ ബലം എവിടുന്ന് ലഭിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആ സമയത്ത് എനിക്ക് അകത്തൊരു ബലം തന്നു. ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും, ഞാൻ ദൈവവേല ചെയ്യുമെന്നുള്ള. അപ്രകാരം എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. എൻ്റെ പിതാവിനോട് പറഞ്ഞു, ദൈവവേല ചെയ്യുക എന്നുള്ളത് അത്തരം നിസ്സാരമുള്ള കാര്യമല്ല. എന്നെ ആരെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ പോലും പെട്ടെന്ന് എനിക്ക് വിഷമം വരും, ഞാൻ കരയും. അങ്ങനെ ഒരു സ്വഭാവ പ്രകൃതിയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു, ഒരിക്കലും നിന്നെ പോലുള്ള ഒരാൾക്ക് കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല, നിനക്ക് അതിനുള്ള മനക്കെട്ടിയില്ല, നീ അതിനുവേണ്ടി തുനിയണ്ട എന്നുള്ളൊരു മറുപടിയാണ് ആദ്യം എനിക്ക് തന്നത്. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് നിരന്തരമായിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നു. അപ്രകാരം എൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ മാതാപിതാക്കള് എൻ്റെ ആഗ്രഹത്തോടെ സമ്മതിക്കുകയും എൻ്റെ +2 വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് ദൈവവചനം പഠിക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്രകാരം എന്നെ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ എനിക്ക് ആഗ്രഹം VTH പഠിക്കണമെന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ ഭവനത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ മലയാളം മീഡിയം 2 വർഷം CTH കോഴ്സ് പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. ഞാൻ പറയട്ടെ, ആ ബൈബിൾ കോളേജിൽ ഞാൻ 2002 പ്രവേശിക്കുന്നത്. ആ 2002, 2004 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വർഷമെന്ന് ഒരു നാളുകളെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തെ ഞാൻ എന്താണോ ദൈവത്തിന്റെ വേലയെ കുറിച്ച് ചിന്തിച്ചത്, അതിലപ്രകാരം അപ്പുറത്ത് വേറൊരു തലം പരിശുദ്ധാത്മാവ് എന്നെ അവിടെ കൊണ്ടുപോയി കാണിച്ചു. ഞാൻ ആ ഫസ്റ്റ് ഇയർ പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒക്കെ എനിക്ക് നേരിട്ടു. പല രീതിയിലുള്ള, ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞ അടുത്ത ഒരു വിശുദ്ധിയുടെ ഉന്നത സ്ഥലത്തിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു വരുന്നത്. എന്നാൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ 3 തരത്തിലുള്ള ആൾക്കാര് എന്ന് പറഞ്ഞാൽ ടൈം പാസിന് വേണ്ടി വന്ന ഒരു കൂട്ടരെ, നമ്മുടെ ഹിന്ദി പറഞ്ഞാൽ ടീക്ക് ടീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒത്തൊരുമ അനുഭവത്തിൽ ഇച്ചിരി വചനം പഠിച്ച് അങ്ങനെ പോകാൻ വന്നവരും. എന്നാൽ വേറൊരു കൂട്ടത്തെ ഞാൻ കണ്ടവിടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം തന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ തലത്തിലേക്ക് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി, എന്നെ പല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. 2003 ദൈവത്തിന്റെ ആത്മാവ് ബൈബിൾ കോളേജിൽ വെച്ച് തന്നെ എന്നെ പ്രവചനാത്മാവിനാൽ നിറച്ചു, ദർശനത്താൽ നിറച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര എൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നു. എനിക്ക് ദൈവത്തോട് ആ സമയങ്ങളിലൊക്കെ ഈ കൃപാവരമൊക്കെ ലഭിച്ചപ്പോൾ ഞാൻ രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങാറില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ റൂമിലെ ഒരു ചെറിയൊരു ചണൻ ചാക്കിന്റെ ഒരു പീസാണ് അത്. ഞാൻ എപ്പോഴും എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ഞാൻ വെച്ചിരിക്കും. രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയിൽ ഏകദേശം 1:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അകത്ത് ഭയങ്കര പ്രത്യേകിച്ച് ഒരു യൗവന പ്രായം, ദൈവത്തോട് എന്തോ പ്രാപിക്കുവാനുള്ള ഒരു വലിയ വാഞ്ച, അങ്ങനെ ആ ദൈവകൃപയിൽ ഞാൻ അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ പഠന സമയത്ത് ഇത് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ആൻസർ പഠിക്കണമെങ്കിലും ഒത്തിരി പല പ്രാവശ്യം എനിക്കത് വായിച്ചു വേണം എനിക്കത് ഇത് ചെയ്യാൻ.
പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ വരുന്ന വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ തുടങ്ങി. എനിക്ക് ആ ബൈബിൾ കോളേജിൽ 2 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ കോളേജിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക്, ഞങ്ങളുടെ ആ കോഴ്സിൽ ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ച അവിടുത്തെ ആ കോളേജിന്റെ ആ 2004 സ്കോളർഷിപ്പ് അവാർഡ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ എൻ്റെ കഴിവല്ല, ആ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തുറന്നു. എനിക്ക് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടുള്ള, അല്ലെ ഞാനൊരു മീഡിയം പഠിച്ച് ജയിച്ച് +2 വരെ ജയിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഞാൻ ബൈബിൾ കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ചരിത്രത്തെ, എൻ്റെ ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മനസ്സിലായി 2004 ജൂൺ മാസം എൻ്റെ ഗ്രാജുവേഷൻ ആണ്. ഞാൻ അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ പലരും അവിടെ ലാസ്റ്റ് ഗ്രാജുവേഷൻ ഒരു വെള്ള പേപ്പർ തരും, അതിൽ എഴുതി കൊടുക്കണം ഇനി മുന്നോട്ട് എന്താണ് ചെയ്യുന്നത്, എന്തോ മിനിസ്ട്രി ചെയ്യാൻ. പക്ഷെ ഞാൻ അവിടെ പഠിച്ച ഫസ്റ്റ് ഇയറിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും മനസ്സിൽ തോന്നുന്ന ഒരു തീരുമാനം എഴുതി പലപ്പോഴും ഒരു വെള്ള പേപ്പറിൽ വെറും വാക്കുകൾ ഇടുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു. പക്ഷെ അന്ന് മുതൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്, ഞാൻ എന്താകണമെന്നാണ് ദൈവത്തിന്റെ പ്ലാന്, എന്തുവാ, എനിക്ക് മുന്നോട്ടൊന്നും അറിയത്തില്ല. ഞാൻ ആ ഗ്രാജുവേഷന്റെ സമയമാകുമ്പോൾ എനിക്ക് 20 വയസ്സാണ്. എനിക്ക് എന്തോ ചെയ്യണം, മുന്നോട്ട് പഠിക്കണോ, എങ്ങനെയാണ് എൻ്റെ ഭാവി, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ 2004 ഗ്രാജുവേഷന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ എനിക്കൊരു ദർശനം തന്നു. ദർശനം ഇപ്രകാരമായിരുന്നു: ഉത്തര ഭാരതത്തിൽ ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലേക്ക് ഞാൻ നിന്നെ അയക്കും. പക്ഷെ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് എനിക്ക് ഉത്തര ഭാരതത്തിലെ മിനിസ്ട്രി എന്തുവാണോ, അല്ലെ ഇവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. ഞാൻ ട്രെയിൻ കയറിയിട്ടില്ല. എനിക്ക് ഇതുമായിട്ട് ഇവിടുത്തെ മിനിസ്ട്രിയുമായിട്ടോ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ടോ യാതൊരു കണക്ഷനുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, ഇതെന്നോട് സംസാരിച്ചത് ഒരു മാനുഷ്യ ശബ്ദമല്ല, എന്നോട് സംസാരിച്ച ദൈവ ശബ്ദമാണ്. പക്ഷേ ഞാൻ ഇതെന്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടത്. എൻ്റെ ബന്ധുമിത്രാദികൾ പോലും പലരും എന്നോട് സംസാരിക്കാൻ പോലും ചില നാളുകൾ സംസാരിക്കാതെ എന്നോട് നിർത്തിയ സമയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവവേലയ്ക്ക് പോയത് കാരണം പലരും എന്നോട് ചോദിച്ചു, നീ നിന്റെ ഭവനത്തിലെ മൂത്തതാണ്, നിന്റെ മേൽ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ നീ ഇങ്ങനൊരു ഏരിയ എന്താണ് തിരഞ്ഞെടുത്തത്? പല ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ ഉയർന്ന വർഷങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നപ്പോൾ എൻ്റെ അകത്ത് ഒത്തിരി ഭയങ്കര സന്തോഷമുണ്ടായി. ഭയങ്കര എന്തോ എൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ജൂണിൽ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ ഭവനത്തിൽ തിരിച്ചു വന്നു. ജൂൺ തൊട്ട് ജൂലൈ ആയി, ആഗസ്റ്റ് ആയി, സെപ്റ്റംബർ ആയി, ഒന്നും കാണുന്നില്ല. എനിക്ക് ഒത്തിരി എൻ്റെ അകത്ത് നിരാശകളൊക്കെ കടന്നു വരാൻ തുടങ്ങി. ആ സമയത്തും എൻ്റെ ചർച്ചുകളിൽ എന്നെ അറിയാവുന്നവരൊക്കെയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ അവരുടെ മുമ്പിൽ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടുള്ള ആലോചനകളൊക്കെയും ദൈവം എന്നിൽ കൂടെ അറിയിക്കാനൊക്കെയും തുടങ്ങി. പക്ഷേ ജനുവരി മാസം 2005 ജനുവരി മാസം ഇപ്രകാരം ദൈവസന്നിധിയിൽ എന്താകുമെന്നുള്ളൊരു നിരാശയോടൊക്കെ ഇരുന്നപ്പോഴാണ് കർത്താവിൻ്റെ ദാസന്റെ ഒരു വിവാഹാലോചന എനിക്ക് വരുന്നതും. ഞങ്ങൾക്കൊരു എൻ്റെ വിവാഹം ഒരു ബ്രോക്കറോ അല്ലെ അങ്ങനെ ഒരു ഇത് ത്രൂ അല്ല, എൻ്റെ ഫാദർ ലോ തന്നെയാണ് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് അപ്രകാരം എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു. ഒരിക്കൽ എൻ്റെ മാതാപിതാക്കൾ ആ സമയത്ത് എൻ്റെ വിവാഹാലോചന വന്നപ്പോൾ ഒരു പൈസയില്ല, അങ്ങനെ എന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന അങ്ങനെ ഒരു ചിന്തിച്ചിരിക്കുന്ന സമയമല്ലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകരോട് എൻ്റെ ദൈവം അത്ഭുതകരമായി 10 ദിവസത്തിനകം എൻ്റെ വിവാഹം അത്ഭുതകരമായി ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളും ചെയ്ത് മനോഹരമായി ആ വിവാഹം ജനുവരി 27 2005 ജനുവരി 27 ഞങ്ങളുടെ വിവാഹം ദൈവം ദർശനം തന്ന പ്രകാരം ദൈവം അത് ചെയ്ത് ഞങ്ങളെ ഒരുമിപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ഞാൻ എപ്പോഴും എവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ദർശനം നല്ലായിരുന്നു. പക്ഷേ ദർശനം ലഭിച്ചപ്പോഴും നല്ലായിരുന്നു. പക്ഷേ ആ ദർശനത്തിലോട്ട് കാൽ വെച്ചപ്പോൾ അല്ലെങ്കിൽ ആ പ്രോപ്പർ സ്ഥലത്ത് വന്നപ്പോൾ
ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ട്രെയിൻ കയറുന്നത്. ആദ്യമായിട്ട് ഞാൻ ട്രെയിൻ കയറുന്നത് 2005 ഫെബ്രുവരി മാസത്തിലാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച്, എൻ്റെ വിചാരമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ ഇവിടെ സഭയുണ്ട്, അങ്ങനെ എല്ലാ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സഭയുടെ അങ്ങനൊരു മനസ്സിലൊരു ചിന്തയോടാണ് ഞാൻ, വലിയ പ്രതീക്ഷയോടാണ് ഇവിടെ കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ കടന്നു വന്നപ്പോഴാണ് അറിയുന്നത് കർത്താവിൻ്റെ ദാസൻ ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പൈനിയർ വർക്ക് എടുത്തേക്കാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ താമസിക്കുന്ന മുക്സർ എന്ന് പറയുന്നത് സിഖ് ജാതിക്കാര്, അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന 75% സിഖുകാര്, അതുപോലെ ബാക്കി ഹിന്ദുക്കള്, 1% ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും അതുപോലെ മുസ്ലിങ്ങളും എല്ലാം കൂടെ ചേർന്ന്, ഒത്തിരി ജാതികൾ ചേർന്ന് 1% ഉള്ളൂ. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യേശു ആരെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത അങ്ങനത്തെ ഒരു സ്ഥലം, അങ്ങനെ ഒരു ഏരിയയിലാണ് ഞങ്ങൾ വന്നത്. കർത്താവിൻ്റെ ദാസൻ വിവാഹത്തിന് 5 മാസം മുമ്പാണ് ഇവിടെ വന്ന് ഈ സ്റ്റേഷൻ എടുക്കുന്നത്. ഞാനിവിടെ കടന്നു വന്നു. പക്ഷേ വന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയത്തില്ല, ഹിന്ദി എനിക്ക് ഒന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പഞ്ചാബിയാണ്. പക്ഷെ അവർ ഹിന്ദി മനസ്സിലാക്കും, കുറച്ച് പേര് വിദ്യാഭ്യാസമുള്ളവർ ഹിന്ദി സംസാരിക്കും. പക്ഷെ എനിക്ക് ഹിന്ദി പോലും, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അറപ്പുള്ള ഒരു വിഷയമായിരുന്നു. എനിക്ക് ഞാൻ ബുദ്ധിമുട്ടി ആ വിഷയത്തിൽ പാസ്സാകുമെന്നല്ലാതെ എനിക്ക് ഹിന്ദിയോട് ക്ലാസ് റൂമിൽ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ പീരീഡ് എങ്ങനെ തീർന്നു കിട്ടുമെന്നുള്ളൊരു അവസ്ഥയിൽ. പക്ഷെ ഞാനിവിടെ കടന്നു വന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ആകെ ഒരു മുറി, ഒരു കിച്ചണാണ്. ആ മുറിക്കകത്ത് തന്നെയാണ് ഇരിപ്പ്. എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കാതിലും കഴുത്തിലും കയ്യിലും ഒന്നുമില്ലാത്ത ഇവിടുത്തെ ചിന്ത എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഇവിടുത്തെ പഞ്ചാബി കൊച്ചു പെൺപിള്ളാര് വിവാഹം കഴിക്കാത്തവരാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ നടക്കുന്നത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാം ആഭരണം ഉപയോഗിക്കും. പക്ഷെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആഭരണം ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരവസ്ഥയിലാണ്. അന്നേരം അവരുടെ ചിന്ത, അവർക്ക് യേശുവെന്നോ ശുശ്രൂഷക്കാരാണെന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർ എങ്ങാണ്ടൊന്നോ വന്ന് താമസിക്കുന്ന ഒരു ചെറുക്കനും പെണ്ണും ഇങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു 3 മാസം ഒരു വിധത്തിൽ കഴിച്ചുകൂട്ടി. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആദ്യ മകനെ പ്രഗ്നൻസി ആയി. അത് 2 മാസം കഴിഞ്ഞപ്പോൾ, ഏകദേശം 3-ാം മാസം കയറിയപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്ത് ചൂട് കൂടുതൽ കാരണം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന മാരക രോഗം എന്നെ പിടിപെട്ടു. എനിക്ക് ആഹാരം കഴിക്കുവാനോ എൻ്റെ ശരീരത്തിൽ പ്രതികൂലങ്ങൾ തുടങ്ങിയെന്ന് പറയാം. ഒത്തിരി ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടു. ശരീരം ക്ഷീണിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു തീരുമാനത്തോടാണ് ഇറങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് എന്താവശ്യം വന്നാലും, സാമ്പത്തിക എന്താവശ്യം വന്നാലും, ഞങ്ങളുടെ മാതാപിതാക്കളോടോ ഞങ്ങളുടെ സഹോദരങ്ങളോ ഞങ്ങൾ ഒന്നും ചോദിക്കുകയില്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ഇന്ന് വരെയും ആരോടും 1 രൂപ പോലും വാങ്ങിക്കാതെ കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ചെറിയ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചെറിയൊരു സപ്പോർട്ടാണ്. വാടക കൊടുത്ത് ആഹാരം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മരുന്നിന് മാറ്റി വെക്കുക, ഒരു തുക മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആ സാഹചര്യങ്ങളിലൊക്കെ കടന്നുപോയി. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു. പ്രഗ്നൻസി, മോന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കാരണം എപ്പോഴും ഛർദിലാണ്, ആഹാരം ദഹിക്കത്തില്ല, രാത്രിയിൽ ഉറക്കമില്ല, പകൽ ഉറക്കമില്ല, ഇങ്ങനെ കൊടും ചൂട്. നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, നോർത്ത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് 45-47 ഡിഗ്രി ചൂടാണ്, കൊടും ചൂട്. അതുപോലെ ഞങ്ങളുടെ പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. നേരിട്ട് ചൂട് 7 മണി കഴിയുമ്പോൾ ചൂട് ഭിത്തി ഈ കത്തി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഭിത്തി പഴുക്കും. ചെരുപ്പിടാതെ തറയിൽ പോലും കാല് ചവിട്ടാൻ റൂമിനകത്ത്. അതുപോലെ നേരിട്ടാണ് സൂര്യപ്രകാശം മുറിക്കകത്തോട്ട് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് കൂളറൊന്നുമില്ല, ഒരു ഫാൻ മാത്രമാണ് ഉള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെയും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, കേരളത്തിൽ എങ്ങും ഒരു സ്ഥലവും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ഏരിയയിൽ ഒരു വിശ്വാസികൾ പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ കൊണ്ടിട്ട്? ഞാൻ ഓർത്തു,
എൻ്റെ അകത്ത് കൃപാവര ശുശ്രൂഷയും ഈ പ്രാർത്ഥനയെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര തീഷ്ണതയോടാണ് ഇവിടെ വന്നത്. ദൈവത്തിൻ്റെ വേല ചെയ്യണം, ദൈവത്തിന് വേണ്ടി ഒത്തിരി പേരെ നേടണം. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ തളർന്ന് എനിക്കൊന്നും ചെയ്യാത്ത ഒരു എന്തുവാ, നമ്മൾ ഒരു തുണി വെള്ളത്തിൽ എങ്ങനെ പിഴിഞ്ഞെടുക്കുമോ അപ്രകാരം എന്നെ മാനസികമായി ശാരീരികമായി എന്നെ തളർത്തി എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നുള്ളൊരു ഒരു തലത്തിലേക്ക് പിശാച് എന്നെ കൊണ്ടെത്തിച്ചു. വല്ലാത്ത ഭയം എൻ്റെ അകത്ത് കയറി. പ്രത്യേകിച്ച് എനിക്ക് ഭാഷ അറിയത്തില്ല, സാമ്പത്തികം ഞങ്ങൾക്കില്ല. വൈകുന്നേരം കർത്താവിൻ്റെ ദാസൻ ട്രാക്ട് വിതരണം ചെയ്യാൻ പോകും, എന്നെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞാൽ പാർക്കുകളിലൊക്കെയാണ് പോകുന്നത്. എന്നെ കൂടെ കൊണ്ടുപോയി മറ്റുള്ളവരെ അങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ചെറുക്കനും പെണ്ണും ഇങ്ങനെ ഈ ചെയ്യുന്നുള്ള ഒരു രീതി കൊണ്ട് കുറച്ച് നാളുകൾ ആദ്യ സമയങ്ങളിൽ ഞാൻ ട്രാക്ട് വിതരണം ചെയ്യാൻ പോകത്തില്ല. ഞാൻ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കും. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ സൈക്കിളാണ് ആദ്യ സമയത്ത് നമുക്കുണ്ടായിരുന്നത്. ആ സൈക്കിളിൽ ട്രാക്ട് വിതരണത്തിന് വേണ്ടി പോകുമ്പോൾ ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ കർത്താവിൻ്റെ ദാസൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പിശാച് എൻ്റെ മനസ്സിൽ കൊണ്ടിടും, നിന്റെ ഭർത്താവിന് ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ കയ്യിൽ ഒരു ഫോണില്ല, അതുപോലെ നിനക്ക് പരിചയമുള്ള ആരുമില്ല, വീട് ഓണർ അല്ലാതെ നമ്മളെ ആരും അറിയത്തില്ല, നീ ആരുടെ അടുക്കൽ പോകും, നീ ഏത് ഭാഷയിൽ അവരോട് സംസാരിക്കും? അങ്ങനെയുള്ള ചിന്തകൾ പിശാചിൻ്റെ അകത്ത് കൊണ്ടിട്ട് പല രീതിയിൽ എന്നെ മാനസികമായി പീഡിപ്പിച്ചു. അവസാനം ഞാൻ ഒത്തിരി ക്ഷീണിച്ച് എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത മുറിക്കകത്തുനിന്ന് എന്നെ പല സമയങ്ങളിൽ പുറത്തോട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചല്ലേ ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ എന്നെ എടുത്താണ് പലപ്പോഴും പുറത്ത് എന്നെ വെക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. ആ സമയമൊന്നും എൻ്റെ മാതാപിതാക്കളോ ആരും ഈ അവസ്ഥയൊന്നും അറിയുന്നില്ല. പലപ്പോഴും മരുന്ന് വാങ്ങിക്കാൻ പോലും ബുദ്ധിമുട്ടി. എനിക്ക് ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തം കുഞ്ഞിനെ ബാധിക്കരുത് അതിനുവേണ്ടി. പക്ഷെ ആ സമയത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷേ അവസാനം ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എൻ്റെ അകത്തൊരു മരണഭയം കയറി. ഞാനൊരു തീരുമാനത്തിലെത്തി. എന്തുവായാലും 7-ാം മാസം കഴിയുമ്പോൾ എനിക്ക് നാട്ടിൽ പോകേണ്ടതായി വരും ഡെലിവറിക്ക് വേണ്ടി. ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ഭർത്താവിനോട് ഞാൻ ആ തീരുമാനം പറഞ്ഞില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ ദേശത്ത് നിന്നാൽ ഈ പിശാച് എന്നെ മരണത്തിൽ കൊണ്ടെത്തിക്കും. ഞാൻ രോഗിയായിത്തീരും. എനിക്ക് ഭാഷ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, ആരും വിശ്വാസികളില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഈ നാട്ടിൽ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് തീരുമാനിച്ചു, ഞാനിനി മടങ്ങി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, എന്നിൽ എന്തുവേലും വേല ആഗ്രഹിക്കുന്നെങ്കിൽ ആ നാട്ടിൽ എവിടെയെങ്കിലും ഞാൻ എന്തുവേലും ചെയ്തുകൊള്ളാം. അങ്ങനെ ഒരു തീരുമാനത്തോടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എന്ന് പറഞ്ഞാൽ പൈശാചികമായ വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ആ സമയത്തൊക്കെ. ഞാൻ അത് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു നവംബർ മാസത്തോളം ഞാൻ നാട്ടിൽ കടന്നുപോയി. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ പോലും എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ക്ഷീണിച്ച് ഒരു വല്ലാത്തൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. ആരും ഞാൻ പ്രഗ്നൻ്റ് ആണ്, 8-ാം മാസമാണെന്ന് പോലും തിരിച്ചറിയത്തില്ല. എല്ലാവരും എന്നോട് ഈ ചോദ്യമാണ് ചോദിക്കുന്നത്, എന്തിനാണ് നാട്ടിൽ കടന്നു വന്നത്? അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്രകാരം ഒരു ക്ഷീണിച്ച് വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ചെന്നു. എന്നാൽ റെഗുലർ ചെക്കപ്പിന് വേണ്ടി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത്, പ്രത്യേകിച്ച് കോഴഞ്ചേരി മുത്തൂറ്റാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അവിടെ കൊണ്ടു ചെന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് 4-ാം മാസം മഞ്ഞപ്പിത്തം വന്നത് കാരണം എൻ്റെ വയറ്റിലുള്ള ഗർഭപാത്രമുള്ള കുഞ്ഞിന് വളർച്ചയില്ല. അങ്ങനെ അന്ന് തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്ത് 8-ാം മാസത്തിൽ തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 25-30 ദിവസത്തോളം എനിക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ആ സമയത്ത് മെഡിക്കൽ സയൻസിന് ചെയ്യാം, എൻ്റെ യൂട്രസിലുള്ള കുഞ്ഞിനെ, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് വളർച്ച ഉണ്ടാകുന്ന എല്ലാ മരുന്നുകളും എനിക്ക് കുത്തിവെച്ചു. രാവിലെ ട്രിപ്പ് ഇട്ടാൽ വൈകുന്നേരമാണ് ആ ട്രിപ്പ് മാറ്റുന്നത്. അതെല്ലാം ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അവസാനം ഡോക്ടർ 2006 ജനുവരി മാസം 20-ാം തീയതി എന്നെ ലേബർ റൂമിൽ മരുന്ന് കുത്തി. എനിക്ക് ഡേറ്റ് ആയില്ല, ഡേറ്റ് ഇനിയും കിടക്കും. പക്ഷേ അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. അത് കാരണം എന്നെ ലേബർ റൂമിൽ കയറ്റി. പക്ഷേ ഒരു ദിവസം മൊത്തം ട്രിപ്പ് ഇട്ടിട്ടും എനിക്ക് പെയിൻ വന്നില്ല. ഒരു ദിവസം ഗ്യാപ്പിട്ട് അടുത്ത ദിവസം എന്നെ പിന്നെയും ലേബർ റൂമിൽ മരുന്നിട്ടു. പക്ഷെ എനിക്ക് പെയിൻ വരുന്നില്ല. 11 മണിയായപ്പോൾ എൻ്റെ വയറ് ക്ലീൻ ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകാൻ. ഹല്ലേലൂയ.
ആ സമയത്ത് ഞാൻ വേറൊരു ഡോക്ടറിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടറിന്റെ ഫോൺ അവിടുന്ന് വന്നു. ലേബർ റൂമിൽ 5 മിനിറ്റ് പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യണം, 5 മിനിറ്റ് കഴിഞ്ഞ് സ്ട്രെച്ചറിൽ വിടുക എന്നുള്ളത്. എൻ്റെ വയറെല്ലാം ക്ലീൻ ചെയ്തു, ഓപ്പറേഷനുകളെല്ലാം തയ്യാറിയായി, എൻ്റെ മാതാപിതാക്കളിൽ സൈൻ വാങ്ങിച്ചു. പക്ഷെ ഞാൻ ആ കിടക്കയിൽ കടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ശരീരത്ത് കത്തിവെക്കുവാൻ ദൈവം അനുവദിക്കല്ലേ, എനിക്കൊരു പൂർണ്ണ വിടുതൽ, എനിക്ക് ഒരു നോർമൽ ഡെലിവറി ദൈവം എനിക്ക് തരണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദ്യ ദിവസം ഏകദേശം 2 മണിയോളം മരുന്നിട്ട് ട്രിപ്പ് ഇട്ടിട്ടും എനിക്ക് പെയിൻ വന്നില്ലായിരുന്നു. ഒരു ദിവസം ഗ്യാപ്പിട്ട് 3-ാം ദിവസം പിന്നെയും 11 മണി വരെ മരുന്നിട്ടിട്ടും എനിക്ക് പെയിൻ വന്നില്ല. പക്ഷെ ആ 2 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എന്നെ കൊണ്ടുകൊണ്ട് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ദൈവം, എൻ്റെ വയറ്റിന് പെയിൻ വന്നു. പെട്ടെന്ന് നേഴ്സിന് മനസ്സിലായി പെയിൻ തുടങ്ങിയെന്ന്. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നുപോയി ഡോക്ടറോട് വിളിച്ച് പറഞ്ഞു, പേഷ്യന്റിന് പെയിനായി, ഇനി നമുക്ക് ഇത് നോർമൽ നോക്കാമെന്ന്. അങ്ങനെ ഏകദേശം 2:30 മണിയായപ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ പൈതലിനെ തന്നു. ഡോക്ടർ പറഞ്ഞത്, ഈ മഞ്ഞപ്പിത്തം വന്നത് കാരണം ഈ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യമോ എന്തുവേലും കുറവുകൾ കാണും, നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റപ്പോട് തന്നെ ഇരിക്കണം. പലരും ചിന്തിച്ചു അങ്ങനെയൊക്കെ ആകുമെന്ന്. പക്ഷേ ആ സമയത്ത് ദൈവം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്തിട്ട് പോലും അത്ര വെയിറ്റ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് എൻ്റെ ഡെലിവറി നടക്കുന്നത്. പക്ഷെ 2.5 കിലോ ഉള്ള ഒരു ആരോഗ്യമുള്ള ഒരു അംഗവൈകല്യവും ഇല്ലാത്ത ഒരു നല്ലൊരു ആൺ പൈതലിനെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തരുവാനിടയെ തീർന്നു. ഇന്ന് അവന് 20 വയസ്സുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ സൗഖ്യം ആ പൈതന്റെ മേൽ ദൈവം വ്യാപരിപ്പിച്ചു. ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അവനൊരു അനുഗ്രഹമാണ്. ഞാൻ ആ ലേബർ റൂമിൽ കടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ദൈവത്തോട് ക്ഷമയാണ് ചോദിച്ചത്. കാരണം ഞാനൊരു ഫീരുവിനെ പോലെ ദൈവം എന്നെ അയച്ച സ്ഥലത്തു നിന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദേശശക്തികളെ പേടിച്ച് ഭയം എൻ്റെ അകത്ത് കയറി, ഭയം എൻ്റെ അകത്ത് കയറി. ഞാൻ ഒരു ഫീരുവിനെ പോലെ ഈ ദേശത്തു നിന്ന് കേരളത്തിൽ പോയി എവിടെ ഒളിച്ചു ഇവിടുന്ന് ഒളിച്ചു കളയാമെന്ന് ചിന്തിച്ച എന്നെ ദൈവം എന്നോട് കനിവ് തോന്നി, എൻ്റെ കുടുംബത്തോട് കനിവ് തോന്നി. ദൈവം എനിക്കൊരു നല്ലൊരു ആൺപൈ തന്നെ തന്നപ്പോൾ ആ ലേബർ റൂമിൽ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും ഞാൻ ഒരു ഫീരുവിനെ പോലെ ഭയപ്പെട്ട് ആ സ്റ്റേഷൻ വിട്ട് ഞാൻ പിന്മാറിയല്ലോ. പക്ഷേ ദൈവത്തോട് ഞാൻ അത് കഴിഞ്ഞ് ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ, ഞാൻ മടങ്ങിപ്പോകാം. ഏത് സ്ഥലത്ത് 2005 എൻ്റെ ആദ്യ വർഷം ചില മാസങ്ങൾ പിശാച് എന്നെ എവിടെ പരാജയപ്പെടുത്തിയോ, ഞാൻ മടങ്ങി ആ സ്ഥലത്ത് എൻ്റെ കുഞ്ഞുമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനുള്ള ശക്തിയും ബലവും കൃപയും എനിക്ക് തരണേന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകരോട് പറയട്ടെ, 2005 ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പേടി വർഷമാണ് എന്ന് പറഞ്ഞാൽ ഭയം എൻ്റെ അകത്ത് കയറിയ ഒരു വർഷമാണ്. പക്ഷെ 2006 പ്രാർത്ഥനയോടെ മാർച്ച് മാസം ഞാൻ പിന്നെയും എൻ്റെ കുഞ്ഞുമായി ഇവിടെ കുടുംബമായി പിന്നെയും മടങ്ങി വന്നു. 2006 മാർച്ച് മാസം മുതൽ ഇത് 2025 ഒക്ടോബർ മാസമാണ്. ഇതുവരെയും ഭയപ്പെട്ട് പിന്മാറി, അല്ലെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പ്രതികൂലമാണ്, ഇവിടുത്തെ ദേശശക്തികൾ എന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നു, അത് പറഞ്ഞ് ഞാൻ ഇന്നു വരെയും പിന്മാറുവാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. ദൈവം എനിക്ക് ഈ ദേശത്ത് നിൽക്കുവാനുള്ള കൃപ തന്നു, ശക്തി തന്നു. പാപത്തിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന, രോഗക്കടക്കയിൽ കിടക്കുന്ന അനേകരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ബലം തന്നു. എൻ്റെ അകത്ത് കയറിയ ഭയം പോലെ അനേക ഭയത്തിൽ കിടക്കുന്നവരെ പുറത്തു വരും, പ്രത്യേകിച്ച് സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം എന്നെ ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ഉപയോഗിച്ചു. ഇന്ന് ഞാൻ എൻ്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു, ആരെങ്കിലും ഇപ്രകാരം ഭയത്തോടെ, നിരാശയോടെ എന്തായിത്തീരും, ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്താണ് ഇനി മുൻപോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ, ഞാനും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഒരു കാര്യം ചെയ്തു, മുട്ടിന്മേലിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രതികൂലങ്ങളിലെല്ലാം നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നു. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഭയത്തോടായിരിക്കുന്നുവെങ്കിൽ എന്നെ ബലപ്പെടുത്തിയ ദൈവം, എന്നെ ഭയപ്പെട്ട് തിരിഞ്ഞ് പിന്മാറിപ്പോയി എന്നെ മടക്കി കൊണ്ടുവന്ന് ദൈവശക്തി തന്ന്, ദൈവകൃപ തന്ന് ഈ ദേശത്തൊരു സഭ സ്ഥാപിക്കുവാൻ ഞങ്ങളെ കുടുംബമായി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി
ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് ആദ്യമേ എന്റെ സാക്ഷ്യത്തിൽ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെയും ഞങ്ങൾ മടങ്ങി വന്ന് കുടുംബമായിട്ട് 2006 2 വർഷം പ്രവർത്തിച്ചിട്ടും ഒരു വിശ്വാസികൾ പോലും ഇല്ലാതെ ഇനി എന്താണ് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ആകെ നിരാശപ്പെട്ടു. ഒത്തിരി ട്രാക്ട് കൊടുത്തു, ഒത്തിരി പേരോട് സുവിശേഷം പറഞ്ഞു, പല വീടുകൾ കയറി ഇറങ്ങി. പക്ഷെ ഒരു വ്യക്തികൾ പോലും വരുന്നില്ല, വിശ്വാസത്തിൽ വരുന്നില്ല. അവസാനം മനസ്സ് തളർന്നു. കർത്താവിന്റെ ദാസൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും വേറൊരു സ്റ്റേഷൻ എടുത്ത് ഇതിനെക്കാട്ടി നല്ല ഏതെങ്കിലും ഒരു സ്റ്റേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം, നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഈ സമയത്ത് ഒരു പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് എല്ലാം കൂടെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ആ സമയത്ത് ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന കർത്താവിന്റെ ദാസൻ ഇപ്രകാരം ഫോൺ വിളിച്ച് ഞങ്ങളോട് പറയാനായിട്ട്, പാസ്റ്റർ പേര് റവറൻഡ് ജോസഫ് രാജൻ, തമിഴ്നാട്ടിലുള്ള ഒരു പാസ്റ്ററാണ്, ഇന്ന് ജലന്ധറിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്രകാരം അച്ഛനോട് പറയാനിടയായി തീർന്നു, ഫിനി പാസ്റ്ററെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേഷൻ വിട്ടു പോകാം, പക്ഷേ നിങ്ങൾ പോയാലും ഇവിടെ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. പക്ഷെ നിങ്ങളിൽ കൂടെ ദൈവം ചെയ്യേണ്ടിയ പ്രവൃത്തിയെ അത് അവിടെ നിന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവം 4 ദിക്കിൽ നിന്നും, ഈ മുക്സറിന്റെ 4 ദിക്കിൽ നിന്നും ആൾക്കാരെ നിങ്ങളുടെ ഇടയിൽ ദൈവം അയക്കുമെന്ന് ദൈവത്തിന്റെ ദാസനിൽ കൂടെ അതൊരു പ്രവചനമല്ല, പക്ഷേ സാധാരണ രീതിയിൽ സംസാരിച്ച ഒരു വാക്കാണ്. പക്ഷെ ഞങ്ങൾ അതൊരു പ്രവചന ശബ്ദം പോലെ ഏറ്റെടുത്തു. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. 21 ദിവസം ഉപവാസം ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോരുത്തരെയായി ദൈവത്തിന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ആദ്യം ഞങ്ങളുടെ സഭയിൽ വന്ന ഒരു ആന്റി ആയിരുന്നു. അത് കഴിഞ്ഞ് കടന്നു വന്ന ഒരു യൗവനക്കാരനായ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു കടയിൽ ഒരു വെള്ളം കൊടുക്കുന്ന അല്ലെ തൂപ്പുവേല ചെയ്യുന്ന ഒരു പൈതൽ, കയ്യില് എല്ലാം ചരട് കെട്ടി തലമുടിയെല്ലാം നീട്ടി വളർത്തി, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗുണ്ട, പ്രത്യേകിച്ച് ഇവിടെ ഒരു ഗുണ്ട പോലെ എന്ന് പറഞ്ഞാൽ വഴക്കിനും അങ്ങനെയുള്ള ഇതിൽ നടക്കുന്ന ഒരു പൈതൽ. അവൻ യേശുവിനെ കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ അടുക്ക് വന്നു. 10 പേര് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അതിനകത്ത് 10 പേര് ശേഷിച്ചതിൽ 5 പേര് ഊമരും ബഹിരരും. അതിനകത്ത് ഒരു ഊമനും ബഹിരരുമായ ഒരു മകനാണ് ഈ ഞങ്ങളുടെ അടുത്ത് വന്ന ആ പൈതൽ. ഞങ്ങൾ അവനോട് ദൈവവചനം പറഞ്ഞു, ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങൾ അച്ഛൻ അവനോട് ചോദിച്ചു, എന്താണ് നീ തുടർന്ന് പഠിക്കാത്തത്? അന്നേരം പറഞ്ഞു, എൻ്റെ പിതാവും എൻ്റെ ഭവനത്തിലുള്ളവര് പഠിക്കാൻ മുന്നോട്ട് സമ്മതിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ അവനെ പ്രോത്സാഹിപ്പിച്ചു, നീ +2 ചെയ്യ. ഞങ്ങൾ അവന്റെ മാതാവ് പറഞ്ഞു, ആദ്യം സമ്മതിക്കുന്നില്ലായിരുന്നു, പക്ഷെ അവന്റെ മാതാവ് സമ്മതിച്ചു. ആ +2 അവനെ ചെയ്യാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ +2 ചെയ്തു. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവനെ ഡൽഹി ഗ്രേസ് ബൈബിൾ കോളേജിൽ 3 മാസം ഒരു കോഴ്സിന് വേണ്ടി വിട്ടു. അവൻ ആ കോഴ്സ് പൂർത്തീകരിച്ച് തിരിച്ചു വന്നു. നമ്മുടെ കൂടെയൊക്കെയും മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും അവനെ തുടർന്ന് പഠിക്കണമെന്ന്, ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ തിരുവനന്തപുരം ബദനി ബൈബിൾ കോളേജിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 3 വർഷം അവനെ BTH പഠിക്കുവാൻ വിട്ടു. എന്നാൽ BTH പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ MDവിന് ആ BTHന്റെ കൂടെ തന്നെ 4 വർഷം പഠിച്ചു കഴിഞ്ഞ് MD പഠിക്കാനുള്ളൊരു സാഹചര്യം അവൻ ഒരുക്കി തന്നു, ദൈവം ഒരുക്കി. അവൻ അങ്ങനെ 4 വർഷം കൊണ്ട് കേരളത്തിൽ MDU പഠിച്ച് അതിനോടൊപ്പം തന്നെ അവധിക്ക് വരുമ്പോൾ കറസ്പോണ്ടൻസ് ആയിട്ട് അതിൻ്റെ കൂടെ BA പഠിച്ചു. BA അവനെടുത്ത് പഠിച്ചു. ഒരു സമയം തന്നെ പഠനം നഷ്ടപ്പെട്ട്, ഭാവി നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന് ഇനി ഒരു ഭാവിയില്ല, ഒരു ഗുണ്ടയായിട്ട് നടന്ന ആ പൈതന്നെ ദൈവം അവന്റെ ജീവിതത്തെ മാറ്റി. അവനെ പഠിക്കാൻ ദൈവം അനുവദിച്ചു. ദൈവ വേലയ്ക്ക് വേണ്ടി അവൻ സമർപ്പിച്ചു. അങ്ങനെ MDU പഠിച്ച് BA ചെയ്തു. ഇവിടെ വന്ന് പിന്നെയും MA ചെയ്തു. ഇപ്പോഴവന് ഞങ്ങളുടെ ഇവിടുന്ന് 80 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത്, ഞങ്ങള് ആദ്യ സമയത്ത് പൈനിയർ ചെയ്ത ഒരു സ്ഥലമാണ്. പക്ഷേ ഒത്തിരി 2 വർഷത്തോളം ഞങ്ങൾ ബൈക്കേൽ, കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും വലിയ മോനും 3 വയസ്സ്, കൊച്ചുമോനും 1 വയസ്സ്, അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് 80 കിലോമീറ്റർ ബൈക്കേ യാത്ര ചെയ്ത് ഞങ്ങൾ ഇടയ്ക്ക് പോയി അവിടെ പ്രവർത്തിച്ച സ്ഥലമാണ് ഒരു കുടുംബത്തിന് വേണ്ടി. ഞങ്ങളുടെ ആ സമയത്തൊക്കെ അകത്താഗ്രഹം എങ്ങനെയും ദൈവവേല വളരണമെന്ന്. പക്ഷെ ആ കുടുംബം കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു
പാസ്റ്റർ വന്ന് ആ കുടുംബത്തെ ഞാൻ കൊണ്ടുപോയി. ഞങ്ങൾ ഓർത്ത് അവിടുത്തെ മിനിസ്ട്രി പോയി, ഇനി അവിടെ നമുക്കൊരിതില്ല. പക്ഷേ ഇവൻ ബൈബിൾ കോളേജ് പഠിച്ചു കഴിഞ്ഞു വന്നപ്പോൾ ഇവൻ പറഞ്ഞത്, ആ സ്ഥലത്ത് ഇവൻ അറിയത്തില്ല നമ്മൾ ആ സ്ഥലത്ത് പോയി പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മൾ അവിടുന്ന് മടങ്ങി വന്നതാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവം നമുക്കുണ്ടെന്ന് അവൻ അറിയത്തില്ല. പക്ഷേ അവൻ ബൈബിൾ കോളേജ് വന്ന് കഴിഞ്ഞു വന്നപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അവിടെ ആ സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അപ്രകാരം അവിടെ പോയി അവൻ ആ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ സ്നാനത്തിന് കർത്താവിന്റെ ദാസനെയാണ് വിളിച്ചത്, സ്നാനപ്പെടുത്താൻ വരണം പാസ്റ്റർജി എന്ന് പറഞ്ഞ്. പാസ്റ്റർ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ ഏത് വിശ്വാസിയുടെ ഭവനത്തിൽ നമ്മൾ സുവിശേഷം പറയാൻ പോയോ ആ വ്യക്തിയെ സ്നാനപ്പെടുത്തുവാൻ വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദൈവം എത്ര വിശ്വസ്തനാണ്. നമ്മള് പലപ്പോഴും നമ്മൾ ചിന്തിക്കും അവിടെ ഒന്നും നടന്നില്ലല്ലോ, വിട്ട്. പക്ഷേ നമ്മളിൽ കൂടെ പുറത്തു വന്ന നമ്മുടെ ഒരു ശിഷ്യനെ ദൈവം ആ സ്ഥലത്ത് അയച്ച് അവന്റെ ആദ്യത്തെ സ്നാനം നടക്കുന്ന അതിൽ ഒരു വ്യക്തി ഈ സഹോദരനായിരുന്നു. ഏത് ഭവനത്തിലാണ് നമ്മൾ 2 വർഷം പോയത്. അങ്ങനെ അനേക അത്ഭുതങ്ങൾ ദൈവം ആ സ്ഥലത്ത് അയച്ചു. ഇന്ന് നമ്മുടെ വിശ്വാസി എന്ന് പറയുന്ന ആ സഹോദരന്റെ, ആ പാസ്റ്ററിന്റെ ചർച്ചിൽ ഏകദേശം 130-ലധികം വിശ്വാസികൾ ആ സഭയിൽ ഇന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് ദൈവത്തിന്റെ വേലയിൽ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മന്ത്രവാദിയായ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു കൊച്ചുമകൻ, അവന്റെ ഭാവി തകർന്നു പോകണ്ടേ, അവന്റെ കുടുംബത്തെ എല്ലാവരും നശിച്ചു പോയി. മന്ത്രവാദത്തിനും അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ജീവിച്ച് പക്ഷെ ഇവനെ ദൈവം മറ്റുള്ളവരിൽ വ്യത്യസ്തനാക്കി അനേക അനുഗ്രഹങ്ങൾ, ദൈവികത്തിന്റെ നന്മകൾ കൊടുത്ത് അവനെ ദൈവം വ്യത്യസ്തനാക്കി മാറ്റി. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വ്യക്തിയിൽ ദൈവം വെളിച്ചമിട്ടാൽ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരു ഉപകരണമാക്കി മാറ്റുമെന്നുള്ളത് ഈ അനുഭവങ്ങളൊക്കെയും തെളിയിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് ഒത്തിരി വിശ്വാസികളെ ഒക്കെ ദൈവം തന്നു. ഇന്ന് ദൈവം നമുക്ക് ഏകദേശം 270-ലധികം വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു കൂട്ടം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. 9 മിഷണറിമാര് നമ്മുടെ സഭയിലുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന അനേക 9 പേര് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാഗികമായിട്ട് നമ്മുടെ കൂടെ അനേകർ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക ഔട്ട് സ്റ്റേഷനുകൾ തുടങ്ങുവാൻ ഒത്തിരി സാമ്പത്തികമായി ഒത്തിരി ഞെരുങ്ങുന്ന അനുഭവങ്ങളാണ്. വിശ്വാസികളൊക്കെ തീരെ ചെറുതാണ്, അവർക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്നൊന്നുമുള്ള അവർക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിൽ ആഹാരം ഇല്ല. പക്ഷേ ആർക്കും അറിയത്തില്ല. ഞങ്ങളുടെ അടുത്ത് ചുരുക്കം ചിലരാണ് അന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അവർക്കറിയത്തില്ല ഭവനത്തിൽ ആഹാരമില്ല, കുറവാണെന്നുള്ളത്. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷേ ഏകദേശം 4-5 മാസത്തോളം ഒരു 6-7 കുടുംബമാണ് നമ്മുടെ ആ ചുറ്റുപാടുകളുള്ള. അത് ഇവിടുത്തെ ബാണികൾ എന്ന് പറയും, ബിസിനസ് ക്ലാസ്സുകാർ, അങ്ങനെയുള്ളൊരു ജാതിക്കാരാണ്. അവര് നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. അവര് നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് ദൈവവേല ചെയ്യുന്നതുകൊണ്ട് അവര് പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനും ഒക്കെ വരും. പക്ഷെ അവർ ഇത് പൂർണ്ണമായിട്ട് നമ്മളോട് ചേർന്നിട്ടില്ല. പക്ഷെ അവർ നമ്മളോട് നല്ല ഒരു ഭവനം പോലെ സഹകരണമാണ്. ഇവർക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല നമുക്ക് ആഹാരമില്ല, അല്ലെ നമ്മുടെ കയ്യിൽ ആഹാരം കുറവാണെന്നൊന്നും. പക്ഷെ എന്നും ഒരു നേരം ഒരു ഭവനത്തിൽ നിന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. പക്ഷെ ഒരു ദിവസം പോലും 2 ഭവനത്തിൽ നിന്ന് 2 ആഹാരം വന്നിട്ടുമില്ല. എല്ലാ ദിവസവും ഞങ്ങളുടെ ബുദ്ധിമുട്ട് തീരുന്നിടം വരെ നല്ലൊരു ബൗളിനകത്ത് കറിയും ചോറും എല്ലാവുമായിട്ട് എല്ലാം അവര് മുഖാന്തരം ഈ ഏലിയാവിനെ ദൈവം കെരീത്തിൽ എങ്ങനെ പോഷിപ്പിച്ചു ഞങ്ങൾക്ക് തരാൻ തുടങ്ങി. ഇന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യമാണ്. എങ്ങനെയാണ് അവർക്കറിയത്തില്ല. പക്ഷെ അവര് പറയുന്നേ, ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഞങ്ങൾ ഉണ്ടാക്കിയ ആഹാരത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾക്ക് തരാം, നിങ്ങളും അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരണമെന്ന് മനസ്സിൽ തോന്നിപ്പിച്ചു. ഞാൻ എന്നും വിശ്വസിക്കുന്നു, ദൈവമാണ് അവരുടെ ഉള്ളിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനെ ഒരു ഹൃദയം ദൈവം അവർക്ക് കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറിയപ്പോൾ സാമ്പത്തികമായി ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് പറയും അവരാഹാരം തരുന്നതും നിന്നുപോയി. കെരീത്ത് തോട്ടിലെ വെള്ളം നിന്നു, കാക്കയുടെ വരവ് നിന്നതുപോലെ ആ 5 മാസം അത്ഭുതകരമായി ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തുവാനിടയായി തീർന്നു. അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ആയിരുന്നു. ഒരു സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ പൈസയില്ല. ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഏകദേശം 6 മാസത്തോളം നമ്മുടെ മീറ്റർ അത് ബന്ധായി നിന്നുപോയി.
നമുക്കതുകൊണ്ട് ആ സമയത്ത് ഹീറ്റർ, പാസ്റ്റർക്ക് അറിയായിരിക്കും, ഹീറ്റർ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഹീറ്റർ ഉപയോഗിച്ച് നമുക്ക് ആഹാരം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഗ്യാസിന്റെ പൈസ ചുരുക്കാം, ഫാൻ എല്ലാം ചെയ്യാം, എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ മീറ്റർ കറങ്ങുന്നില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഏകദേശം 6 മാസത്തോളം ഒരു ബില്ലും വന്നില്ല. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റിൽ ഒരു സ്ക്വാഡ് വന്നു. ഈ കറണ്ട് ചെക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്ക്വാഡ് വന്നു. അവര് വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ മുറ്റത്ത് നമ്മുടെ വരാന്തയെന്ന് പറയും, വരാന്തയിൽ ഒരു സ്റ്റാൻഡ് ഫാൻ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് അത് ഓഫാക്കി. അന്നേരം അവര് മീറ്റർ വന്ന് ചെക്ക് നോക്കിയപ്പോൾ മീറ്റർ ചലിക്കുന്നില്ല, കറങ്ങുന്നില്ല. അന്നേരം അവർക്ക് വന്ന എല്ലാവരുടെയും ഭവനം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെയും ഭവനം ചെക്ക് ചെയ്തതാണ്. പെട്ടെന്ന് അവർക്കൊരു സംശയം തോന്നി. അവരോർത്ത് ഇപ്പം ഫാൻ ചലിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ, പക്ഷെ എന്നിട്ട് മീറ്ററിന് യാതൊരു അത് അനങ്ങുന്നില്ല. എന്നോട് പറഞ്ഞു അതൊന്നുകൂടെ സ്വിച്ച് ഒന്ന് ആ ഫാനിന്റെ ഒന്ന് ഓൺ ചെയ്യണം. എനിക്കറിയാം 6 മാസമായി ഞങ്ങളുടെ മീറ്റർ ചലിക്കുന്നില്ല. ദൈവം ഇത് ചെയ്തു വെച്ചേക്കാണ്. എൻ്റെ അകത്ത് ഭയങ്കര ഒരു ഭയം വന്നു. ദൈവമേ, ഇവര് വല്ല ഫൈൻ അടിച്ചാൽ ഞങ്ങൾ എങ്ങനെ അടയ്ക്കും ആ പൈസ? ഞാൻ പറയട്ടെ, ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ, 6 മാസം ചലിക്കാതിരുന്ന ആ മീറ്റർ ഞാൻ ആ സമയത്ത് സ്വിച്ച് ഇട്ടപ്പോൾ പിന്നെയും ആ മീറ്റർ ചലിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മീറ്ററിന്റെ ഈ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാനുള്ള വഴികളും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. അങ്ങനെ അനേക അനുഭവങ്ങളുടെ വലിയൊരു ഒരു സിൽസില തന്നെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്തോടെയാണ്. അനേക രോഗങ്ങള്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യ നാളുകളിൽ രോഗം വന്ന് തീർന്നില്ല. ഞാൻ പറയുന്ന ഒത്തിരി രോഗങ്ങൾ ടെസ്റ്റ് ചെയ്ത ഒരു ശരീരമാണ് ഈ ശരീരം. പക്ഷേ ഒത്തിരി രോഗങ്ങൾക്ക് മരുന്നില്ലാതെ തന്നെ ദൈവം എനിക്ക് അത്ഭുതകരമായ വിടുതൽ തന്നിട്ടുണ്ട്. ഞാൻ ഒരു സാക്ഷ്യം, 1-2 സാക്ഷ്യം എൻ്റെ ജീവിതത്തിലെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 2000 എനിക്ക് തോന്നുന്നു 10-11 വർഷങ്ങളിലാണ് ഇവിടെ ഭയങ്കര തണുപ്പിന്റെ സമയത്ത് എനിക്ക് അലർജിയുടെ പ്രശ്നം പെട്ടെന്ന് അനുഭവപ്പെട്ടു. എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് എനിക്ക് അലർജി അനുഭവപ്പെട്ടു. എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. എൻ്റെ ശരീരമെല്ലാം നീർക്കെട്ടടിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു റജായിയോ ഇവിടെ കമ്പിൾ എന്ന് പറയും, ബ്ലാങ്കറ്റോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അന്നേരം എനിക്ക് ശ്വാസം മുട്ടും. പല രാത്രികളിൽ ഞാൻ ഇരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. എനിക്ക് കിടന്നു കഴിഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല. ആസ്തമ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എന്നെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല രീതിയിൽ അലർജിയുടെ ആസ്തമയുടെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇൻഹീലർ 3 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ആ മരുന്ന് എടുത്തുകൊണ്ട് വന്നു. ഫയലും എൻ്റെ കയ്യിലുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് നിങ്ങളുടെ ശരീരം അനുകൂലമാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുത്തേ പറ്റത്തുള്ളൂ. ഏകദേശം 2 വർഷത്തിലധികം ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ചു. എന്നാൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ മിനിസ്ട്രി ചെയ്യും? ഇവിടെ 6 മാസത്തോളം ഈ തണുപ്പിന്റെ കാലാവസ്ഥ കൊണ്ട് ഞാൻ എങ്ങനെ മിനിസ്റ്റർ ചെയ്യും? എനിക്ക് ഈ ബുദ്ധിമുട്ട് കാരണം ഒത്തിരി അസ്വസ്ഥതകൾ, ഒത്തിരി ശരീരത്തിൽ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടല്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം കർത്താവിന്റെ ദാസൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇന്നത്തെ സൂപ്രണ്ടന്റ് ആയിരിക്കുന്ന പാസ്റ്റർ TJ സാറ് അച്ചാച്ചനെ ഒരു പ്രാവശ്യം ഫോണിൽ വിളിക്കുകയും ഫോൺ വിളിച്ച് അച്ചാച്ചനെ എന്തോ കാര്യത്തിന് സാറിനെ വിളിച്ചതാണ്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വിവരം അന്വേഷിക്കുക, ക്ഷമൻ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇതുപോലെ ശാരീരികമായ അസ്വസ്ഥത കാരണം ഒത്തിരി പ്രയാസത്തിൽ കൂടെ അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു ഫോൺ ക്ഷമയ്ക്ക് കൈമാറുക. എനിക്ക് വേണ്ടി സാറ് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ആ രോഗത്തെ ശാസിച്ചു. അന്നു മുതൽ ഇന്നു വരെയും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി, ഏകദേശം എനിക്കൊന്ന് 10-13 വർഷത്തിൽ മേലായി ഈ രോഗത്തിന് പൂർണ്ണമായിട്ട് എനിക്ക് ദൈവം സൗഖ്യം തന്നു. ഇന്നും ആ ഇൻഹീലറിന്റെ പമ്പ് എൻ്റെ കയ്യിൽ ഞാൻ ഒരു അടയാളമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത്, ഇത് നിനക്ക് വിടാൻ പറ്റത്തില്ല, 3 നേരം ഇത് ഉപയോഗിക്കാതെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഈ കാലാവസ്ഥയിൽ. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ ആ രോഗത്തിന് വേണ്ടി ഞാൻ പിന്നീട് ഡോക്ടറെ അടുത്ത് പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പൂർണ്ണമായിട്ട് ആ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ തന്നു. ഇന്ന് അനേക അങ്ങനെ ആ
ആസ്തുമ, അതുപോലെ അലർജി, ശ്വാസമുട്ടൽ അനുഭവിക്കുന്ന അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വിടുതൽ സാക്ഷ്യം അവരോട് പറയുവാനും അവർക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും ദൈവം അനേകരുടെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കുവാനും ദൈവം ഇന്നെന്നെ ഒരു ഉപകരണമാക്കി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ 2021 ഞാൻ നവംബർ മാസമാണ് ഞങ്ങൾ എല്ലാ വർഷവും 21 ദിവസം മാർച്ച് മാസം നവംബർ മാസം സഭയായിട്ട് ഉപവസിക്കുന്ന ദിവസങ്ങളാണ്. അങ്ങനെ ഉപവാസത്തിന്റെ ഏകദേശം 6ാമത്തെ ദിവസം ഞാൻ ഉപവാസത്തിലാണ്. എൻ്റെ ശരീരം പെട്ടെന്ന് ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. താഴെയാണ് ചർച്ച്, ഞങ്ങളുടെ ഭവനം പാഴ്സനേജ് മേളിലാണ്. എനിക്ക് താഴേന്ന് സ്റ്റെയർ കയറി മേലോട്ട് വരാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. ഞാൻ ഓർത്ത് ഉപവസിച്ചുകൊണ്ടുള്ള ശരീരത്തിന്റെ ക്ഷീണമാണെന്ന്. അങ്ങനെ ഞാൻ മേളിൽ കയറി വന്നു. ഞാൻ പെട്ടെന്ന് കിടന്നു, ഇച്ചിരി ആഹാരം കഴിച്ചു. എനിക്ക് എന്തോ തളർച്ച പോലെ തോന്നി. പിറ്റേ ദിവസം ഇച്ചിരി മരുന്ന്, പനിയാണെന്നുള്ള രീതിയിൽ പനിയുടെ ഇച്ചിരി മരുന്ന് കഴിച്ചു. പക്ഷെ ശരീരത്തിന്റെ ക്ഷീണം മാറുന്നില്ല, തളർച്ചകൾ കൂടി വരികയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്, ഡെങ്കുവിന്റെ പനിയാണ്, പ്ലേറ്റ്ലെറ്റ് എൻ്റെ ശരീരത്തിൽ കുറഞ്ഞു. ആ സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ 75,000 എൻ്റെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്. ആ 2 ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നു. സാരമില്ല, ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് അത് ഡൗൺ ആയി. ഒരു ദിവസം ചെക്ക് ചെയ്തപ്പോൾ, ഒരു വ്യാഴാഴ്ച, എനിക്ക് തോന്നുന്നു നവംബർ 18-ാം തീയതി വ്യാഴാഴ്ച 2021 ചെക്ക് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് 21,000 പ്ലേറ്റ്ലെറ്റേ ഉള്ളൂ. ആകെ 21,000 പ്ലേറ്റ്ലെറ്റേ ഉള്ളൂ. ഒത്തിരി എൻ്റെ ശരീരത്തകത്ത് ഈ എനിക്കൊരു മരണം എനിക്ക് അഭിമുഖമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ഈ മുക്സറിൽ 40,000 50,000 പ്ലേറ്റ്ലെറ്റ് ആയോര് പോലും പെട്ടെന്ന് ഡൗൺ ആയി മരിച്ചുകൊണ്ടിരിക്കുന്ന, ഒത്തിരി പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തില് എനിക്ക് എൻ്റെ അകത്തുനിന്ന് ബ്ലീഡിങ് തുടങ്ങി. ഒരു അവസാന സ്റ്റേജ് എന്ന് പറയാം. പെട്ടെന്ന് എന്നെ കർത്താവിന്റെ ദാസൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ അവരെന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അവർ പറഞ്ഞു 21, നിങ്ങളുടെ വീട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ 21,000 പ്ലേറ്റ്ലെറ്റാ. പക്ഷെ ഇപ്പോൾ ആശുപത്രി വന്ന സമയത്തിന് അതിനെക്കാട്ടി ഡൗൺ ആയി കാണും. ഞാൻ ഈ രോഗിയെ ഞാൻ അഡ്മിറ്റ് ചെയ്യത്തില്ല, ഇത് മരണവുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞു അച്ചാച്ചന്റെ മനസ്സിൽ പെട്ടെന്ന് എന്തുവാ, ഞാൻ എവിടെ കൊണ്ടു. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് 60 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അച്ഛനെ പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാൻ എങ്ങനെ കൊണ്ടുപോകും? സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ആ ഡോക്ടർ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അച്ഛൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ മിഷണറിയാണ്, ഞാൻ ഇവിടെ ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്, ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്. പെട്ടെന്ന് ആ ഡോക്ടറിനകത്തൊരു ദൈവം ഒരു ദയ തോന്നിപ്പിച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ എന്തുവായാലും ചെക്ക് ചെയ്യാം, നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നില്ല, പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാം. എന്നെ പെട്ടെന്ന് ICUലോട്ട് മാറ്റി 3 യൂണിറ്റ് ബ്ലഡ് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള 3 യൂണിറ്റ് ബ്ലഡ് തന്നെ പെട്ടെന്ന് ചർച്ചിലുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം കണക്ട് ചെയ്ത് പെട്ടെന്ന് എന്നെ ICUവിൽ കൊണ്ടുവന്ന് ഇത് ചെയ്തു. എനിക്ക് ബ്ലഡ് കെട്ടാൻ തുടങ്ങി. ആ സമയത്ത് 2005 പിശാചന്റെ മനസ്സിൽ മന്ത്രിച്ചതുപോലെ എന്നോട് മന്ത്രിക്കാൻ തുടങ്ങി. നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, ഇനി നിന്റെ സമയമായി, നിനക്ക് പോകാനുള്ള സമയമായി, നിനക്ക് പോകാം. പക്ഷെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്റെ ശുശ്രൂഷ തീർന്നോ? ഇത്രയേ ഉള്ളൂ എന്റെ ശുശ്രൂഷ. ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഏകദേശം 30,000-40,000 രൂപ ആദ്യം അടച്ചാലേ അവിടെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ എന്നെ 1 രൂപ പോലും കൊടുക്കാതെ ആ ഡോക്ടറിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അത് മാത്രമല്ല, ആ 50,000 പ്ലേറ്റ്ലെറ്റുള്ളവർ പോലും ആ ആശുപത്രി തന്നെ ആഴ്ചകളായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് കിടക്കുന്ന എന്റെ കണ്ണിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ വ്യാഴാഴ്ച എന്നെ അഡ്മിറ്റ് ചെയ്തു. വെള്ളിയാഴ്ച, ശനിയാഴ്ച രാവിലെ ഡോക്ടർ പറഞ്ഞു എന്തുവായാലും വേരിയേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം, പ്ലേറ്റ്ലെറ്റ് എത്ര വരെയായി. ചെക്ക് ചെയ്തപ്പോൾ ആ ഡോക്ടർക്ക് പോലും അതിശയം. 20,000 പ്ലേറ്റ്ലെറ്റ് ആയിരുന്നിടത്തുനിന്ന് 2 ദിവസം കൊണ്ട് 75,000 ആ പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് ഉയർന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഇതെന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ്. ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. ആ ദിവസം, ആ നവംബർ 20-ാം തീയതി തന്നെ എനിക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാ പേപ്പറുകളും ഡോക്ടർ ഇത് ചെയ്തു. പക്ഷെ ഞാൻ പറയട്ടെ, അതിന് 6 മാസം മുമ്പ് ഒരു ദിവസം രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് വയറ്റിനകത്ത് വേദനയായി ഒത്തിരി ഭാരപ്പെട്ടു. പിറ്റേ ദിവസം ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിനകത്തൊരു മുഴ അതാണെന്നാണ് ഡോക്ടർ ആ സ്കാനിങ്ങിൽ വന്നത്. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന് അടുക്കൽ പോയി. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഇതിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തണം, നിങ്ങൾ അതിന് തയ്യാറാകാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല.
ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ എന്തായാലും വീട്ടിൽ പോയി ഒന്ന് ചിന്തിച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്ത് വരാം, ഞാൻ എന്തായാലും ഇപ്പോഴും ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനുമായി മടങ്ങി ഭവനത്തിൽ വന്നു. ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ട് എടുത്തു വെച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കത്താവ് ഞാൻ എന്താണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന മാറി. ഞാൻ ആ വിഷയം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. പിന്നെ ഇങ്ങനെ ഒരു രോഗം എൻ്റെ അകത്തുണ്ടായിരുന്നു. ആ സമയം തന്നെ യൂറിൻ സ്റ്റോണും ഉണ്ടായിരുന്നു. ഈ 2 രോഗം എൻ്റെ ശരീരത്തിൽ വേദന മാറിയപ്പോൾ ആ രോഗമെന്നുള്ള ആ ഒരു ഇതെൻ്റെ മൈൻഡിനെ പോയി. പിന്നെ ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞാണ് എനിക്ക് ഈ ഡെങ്കു പനി വന്നതിനെ ഡോക്ടർ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് പിന്നെയും ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നത്, നിങ്ങളുടെ ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നവർക്ക് അകത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്കാനിങ് നടത്തിയിട്ടേ നിങ്ങളെ തിരിച്ചു വിടത്തുള്ളൂ എന്ന്. എന്നെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറിനകത്ത് 5 മാസം മുമ്പുള്ള ആ റിപ്പോർട്ടും എൻ്റെ കയ്യിൽ അപ്പോൾ തന്നെ ഉണ്ട്. ആ യൂട്രസിലുണ്ടായിരുന്ന മുഴയോ യൂറിനുണ്ടായിരുന്ന സ്റ്റോണോ അത് രണ്ടും എൻ്റെ വയറ്റിനകത്തില്ല. അത് അപ്രതീക്ഷിതമായിരിക്കുന്നു. ഞാൻ പറയട്ടെ, 1 രൂപയുടെ മരുന്നില്ലാതെ ആ രണ്ട് രോഗമല്ല, ഒരു രോഗത്തിനോട് തന്നെ ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ തിരിച്ചറിയുന്നേ, ഈ രോഗം എനിക്ക് പ്ലേറ്റ്ലെറ്റ് കൂടിയത് മാത്രമല്ല, എനിക്ക് മുൻപുണ്ടായിരുന്ന രോഗത്തിന് കൂടെ തന്നെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. അത്ഭുതകരമായിട്ട് ദൈവം ആ സമയത്ത് എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ദൈവം, ഞാൻ അവിടെ തിരിച്ചു ഇവിടെ വന്നെങ്കിലും ശരീരം ഭയങ്കര തളർന്നിരിക്കുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രിയിൽ മുറി താഴെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഏകദേശം 16-17 ദിവസമായി, 21 ദിവസത്തിന്റെ. ഞാനിങ്ങനെ വൈകുന്നേരം 7:30 മണിയുടെ സമയത്താണ് ഞാൻ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിക്കുന്നു, നിനക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? പക്ഷെ എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ ശക്തിയില്ല. എന്നിട്ടും എനിക്ക് ആ ദൈവ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ ഇരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, നിന്റെ അകത്ത് ഒരു സൗഖ്യം വ്യാപരിക്കാൻ പോകുക. ഡോക്ടർ മരുന്നിന് കഴിയാത്ത ഇപ്പോഴും നിന്റെ ശരീരത്തിൽ ക്ഷീണമുണ്ട്, ആ ക്ഷീണങ്ങളെല്ലാം മാറാൻ പോവാ. ദൈവം നിന്നെ, ഞാൻ വിചാരിച്ച ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എനിക്കിനിയും അവിടെ പോയിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചർച്ച് താഴെ പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പോടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അന്ന് രാത്രി ഏകദേശം എനിക്കൊന്ന് 16-17 ദിവസത്തിന്റെ രാത്രിയാണ്. ഞാൻ കട്ടിലിൽ ഇരിക്കുമ്പോൾ, ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ഷീണിച്ച തളർന്ന ശരീരത്ത് 1000 ഞാൻ എങ്ങനെ ആകുന്നു അപ്രകാരം 1000 പേരുടെ ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ വന്നു. ഞാനിരുന്ന മുറി മൊത്തം ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ഭയങ്കര ഒരു സൗഖ്യം എൻ്റെ ശരീരത്തിലൂടെ പ്രകാശം അടിച്ചു കയറുന്ന പോലെ എനിക്ക് തോന്നിയ എൻ്റെ കൈയൊക്കെ ഒത്തിരി വലുതായി, എൻ്റെ ശരീരമൊക്കെ ഒത്തിരി വലുതായി. ദൈവം എൻ്റെ അകത്ത് പറയുക, നീ ബലപ്പെട്ടിരിക്കുക, നീ മരിക്കയില്ല, നീ ദാവീദ് പറയുന്ന ഒരു സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ ജീവിച്ചിരുന്ന് എൻ്റെ സാക്ഷിയാകുമെന്നുള്ളൊരു ആ വചനം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുവാനിടയെ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിച്ചിട്ടുള്ള ഒരു സൗഖ്യം എൻ്റെ അകത്ത് വ്യാപരിച്ചു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റു. എനിക്ക് എഴുന്നേക്കാൻ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ, പക്ഷെ രാത്രിയിൽ ദൈവം എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. അന്ന് രാവിലെ എനിക്ക് തോന്നുന്നു 17ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന, ഞാൻ താഴെ പോയി. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ദൈവവചനം സംസാരിക്കാം. അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് അതിന് കഴിയുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയും, ദൈവം എനിക്ക് ബലം തന്നു. ഞാൻ ദൈവസഭയിൽ എഴുന്നേറ്റ് എന്നോട് രാത്രിയിൽ ദൈവം എന്നോട് ഇടപെട്ട കാര്യവും ദൈവം എനിക്ക് തന്ന സൗഖ്യവും അത് ദൈവം എനിക്ക് തന്ന ആ വചനവും ഞാൻ ജനത്തിന്റെ മേൽ പറഞ്ഞപ്പോൾ അവരിലും ഭയങ്കര സൗഖ്യം, അവരിൽ ഭയങ്കര ഒരു ഉണർവ് അവരിലും വ്യാപരിക്കുവാൻ ഇടയായി തീർന്നു. പല സാഹചര്യങ്ങളിൽ തളർന്നു പോയി, ഇനി എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മ പല സാഹചര്യങ്ങളിൽ ബലം തന്ന് ശക്തി തന്ന് എഴുന്നേൽപ്പിച്ചു. എന്നെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, എന്നിൽ കൂടെ അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ഉപകരണമായി ദൈവം തീർത്തു. ഞാൻ ഒരു സമയത്ത് ചിന്തിച്ച ഒരു വിഷയമാണ്, ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഒരു ലേഡിയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്നെ തന്നെ പല ലിമിറ്റിൽ ഒതുക്കി വെച്ച ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, അതിന് അപ്പുറം എനിക്ക് പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല മേഖലകളിൽ പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അനേകർ നടുവിൽ എന്നെ ഒരു സാക്ഷിയാക്കി നിർത്തുവാൻ തുടങ്ങി. കഴിഞ്ഞ 10 വർഷം സെക്ഷനെ WMCയുടെ പ്രസിഡന്റായി ശുശ്രൂഷ ചെയ്യുവാൻ, അനേക ദൈവദാസിമാരെ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം തന്നു. ഇപ്പോൾ പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് ഏകദേശം 185 ചർച്ചുകളുടെ WMCയുടെ പ്രസിഡന്റായി ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഒരു അവസരം തന്നു. ഈ
ഈ 2025 ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ അല്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഒരു സ്തെഫാനോസിനെ കാണുന്നു. മേശമേൽ ശുശ്രൂഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തു. പക്ഷെ 6-ന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: സ്തെഫാനോസിനെ ദൈവം അനുഗ്രഹിച്ചു, കൃപയിലും വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം സ്തെഫാനോസിനെ ഉപയോഗിച്ചു. അപ്രകാരം ഞാൻ ഒരു കട്ടന്റെ പുറകിൽ നിന്ന്, അല്ലെങ്കിൽ പിൻഭാഗത്ത് നിന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ അങ്ങനെ ഒരു ശുശ്രൂഷ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. കഴിവോ അല്ലെ എൻ്റെ കഴിവുകളോ എൻ്റെ പഠിത്തം ഒന്നും എനിക്കത് പറയാൻ ഒന്നുമില്ല. പക്ഷെ എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നത് എൻ്റെ പരിശുദ്ധാത്മാവ്. എൻ്റെ ദൈവം എന്നെ അകത്ത് പണിത് എന്നെ ഒരു പുതിയ ഈ രൂപത്തിൽ ഒരു പുതിയ കുശവന്റെ ചക്രത്തിൽ പണിതിറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്നെ പണിതിറക്കി. ഇന്ന് അനേകർ മുമ്പിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും ചിന്തിച്ചു നമ്മളൊരു അടുക്കള കെട്ടിനകത്ത് ഒതുങ്ങിപ്പോകും, അതാണ് നമ്മുടെ മിനിസ്ട്രി എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന, എൻ്റെ അനുഭവം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഒരു സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പുറത്തെടുക്കും. അനേകരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരുവാൻ, അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അനേക സഹോദരിമാരെ, സഭയിലുള്ള അനേക കുഞ്ഞുങ്ങളെ, ഇന്ന് അനേക സഹോദരിമാരെ, അനേകർ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ഒത്തിരി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതെല്ലാം ദൈവം നമ്മളിൽ കൂടെ നമ്മളെ അവരുടെ മുമ്പിൽ ഒരു ഉപകരണമാക്കി ദൈവം തീർത്തെടുക്കുന്നു. ആരെങ്കിലും ഇന്നെന്റെ സാക്ഷ്യം കേൾക്കുന്ന ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അകത്ത് ഭയം കയറി, ഭാവിയെ പേടിച്ച് മുൻപോട്ട് എങ്ങനെ സ്റ്റെപ്പ് വെക്കും എന്നുള്ളൊരു നിരാശയോടെ ആയിരിക്കുന്ന വ്യക്തികളോട് എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുൻപോട്ട് സ്റ്റെപ്പ് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ എവിടെ നിർത്തി ഏത് കൂട്ടത്തിൽ കൊണ്ടുപോയി നിങ്ങളെ ഉപയോഗിക്കണമോ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുപോയി നിങ്ങളെ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹിന്ദി ഭാഷ ഒരു വാക്ക് പോലും പറയാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്നു ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഒന്ന് ഹിന്ദിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുമോ, എനിക്കതിന് പറ്റുമോ, ഞാൻ ഈ ഭാഷ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് പറ്റുമോ? അങ്ങനെ ചിന്തിച്ച മേഖല ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് ബുദ്ധി തന്നു, എനിക്ക് അതിനുള്ള ഇത് തന്നു. ഭാഷ പഠിക്കുവാൻ എനിക്ക് കഴിയുമെന്ന്, എനിക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ അത് കഴിയുമെന്ന്, എനിക്ക് കഴിയുമെന്നല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവന്റെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യമാണ്. ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന അനേക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ദൈവദാസന്മാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, അവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, കേരളത്തിൽ ഒരു കോണിൽ ഒന്നും കഴിയത്തില്ലെന്ന് ചിന്തിച്ച് എൻ്റെ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ദൈവവേല ചെയ്യാൻ കഴിയില്ല, നിനക്കിതിന് കഴിയുമോ? അങ്ങനെ ചിന്തിച്ച മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദേശത്ത് കൊണ്ടുവന്നു അനേകർ മുമ്പിൽ ഒരു പ്രകാശമാക്കി എന്നെ തീർത്തെങ്കിൽ, എൻ്റെ കുടുംബത്തെ തീർത്തെങ്കിൽ, അനേകരുടെ വിടുതലിനും ഉണർവിന് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പഞ്ചാബിൽ ഒരു ഉണർവ് നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മുക്സറിൽ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഉണർവിന് വേണ്ടി ദൈവം ഞങ്ങളെ ഒരു കാരണമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ കൂടെ ഒരു ഉണർവ് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നടക്കും. നിങ്ങളിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളായിരിക്കുന്ന ദേശത്ത് നടക്കും. നമ്മുടെ കുറവുകളോ നമ്മുടെ കഴിവില്ലായ്മയോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, നല്ലൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ അനേകർക്ക് ഒരു ആശ്വാസവും വിടുതലുമായി തീരും. അതിന് ഞാൻ ഇവിടെ എൻ്റെ സാക്ഷ്യം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അരോമ TV-യിൽ കൂടെ എൻ്റെ സാക്ഷ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളെയും അത്ഭുതകരമായി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും. എന്നെ ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള ഈ അരോമ TV ചാനൽ അനേകരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ ഈ ചാനലിനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സാക്ഷ്യം കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ
ചില നിമിഷങ്ങൾ എൻ്റെ സാക്ഷ്യം അരോമ ടി വിയിലുള്ള പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത ദർശനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കർത്താവെ, ഈ അരോമ ടി വി അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ അനേക അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അനേകരുടെ സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, ബന്ധിക്കപ്പെട്ടവരെ അല്ലെ ഭാരപ്പെട്ട് വിഷമിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ നിൽക്കുന്നവർ മുമ്പിൽ ദൈവമേ അവർക്കെല്ലാം ഒരു ആശ്വാസമായി ദൈവം ഉപയോഗിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇങ്ങനെ ഒരു അവസരം എനിക്കും ഒരുക്കി തന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി പ്രിയ ക്ഷമ സിസ്റ്റർ. പേര് മാത്രമല്ല, ജീവിതത്തിലുടനീളം ആ പേര് പോലെ തന്നെ ക്ഷമയുള്ള ഒരു ജീവിതം നയിക്കുന്ന, കൃപയുള്ള ഒരു ജീവിതത്തിനുടമയായിരിക്കുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുപ്പിനെ ആർക്കും തടുക്കുവാൻ കഴിയുന്നതല്ല. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവവചനം പഠിക്കുവാൻ പുറപ്പെട്ടപ്പോൾ സ്വന്തം മാതാപിതാക്കന്മാര്, ഭവനത്തിലെ മറ്റ് സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ അതിനെ തടഞ്ഞു. നിനക്കത് കഴിയുമോ? നിന്നെ കൊണ്ട് കഴിയില്ല. നമ്മുടെ പരിമിതികൾ ആണ് അവർ കണ്ടത്, നമ്മുടെ കഴിവുകേടുകളാണ് അവർ കണ്ടത്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചവനും നമ്മുടെ ഉടയവനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ കർത്താവുമായ ദൈവത്തിന് നാം ആരാണ്, എന്താണ്, എന്തിനാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, എന്തിനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പ് അറിയാവുന്നത് കൊണ്ട് ആർക്കും നമ്മെ തടയുവാൻ കഴിഞ്ഞതില്ല. പ്രിയ ക്ഷമ സിസ്റ്റർ ജീവിതത്തില് വളരെയേറെ ത്യാഗവും കഷ്ടവും ഒക്കെ സഹിച്ച് കർത്താവിന്റെ വേല അത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് എണ്ണി അതിനെ ചുമൽ കൊടുക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ, ഒരു പെൺകുട്ടിയായിരുന്നിട്ട് പോലും, പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നിട്ട് പോലും അവിടെ അതിനെയൊക്കെ അതിജീവിച്ച് കർത്താവിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ഉപയോഗിച്ചു. അവിടെ പണമോ പിടിപാടോ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ ഒന്നിനും ഒരു പ്രസക്തിയുമില്ലായിരുന്നു. പകരം കർത്താവിന്റെ പദ്ധതി പ്രിയ ക്ഷമസിന്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാനിടയായി തീർന്നു. കുടുംബജീവിതത്തില് പഞ്ചാബിൽ കടന്നു ചെന്നപ്പോൾ പ്രാരംഭ സമയങ്ങളിലൊക്കെ ഒത്തിരി കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പല സന്ദർഭങ്ങളും പല രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും അതിലൊക്കെയും കർത്താവ് അത്ഭുതകരമായ വിടുതല്, സൗഖ്യം തന്നു. നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചു. ശൂന്യതകളുടെ നടുവിലും വിതച്ച വിത്തുകളൊന്നും വിഫലമായി പോയില്ല. അതിന്റെ തക്ക സമയമായപ്പോൾ അതൊക്കെ അനേക മേനി ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. വഴിയരികില് വിതയ്ക്കപ്പെട്ട വിത്തും, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തും, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്തും, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തും എല്ലാം ദൈവത്തിന്റെ വചനമാണ്. അതിന് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളതാണ്. എന്നാൽ ആ വീണ സ്ഥലങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഈ വിത്തിനെ നശിപ്പിക്കുവാൻ, അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുവാൻ, തകർത്ത് കളയുവാനൊക്കെ കഴിഞ്ഞു. എന്നാൽ 100 മേനി ഫലം പുറപ്പെടുവിച്ച ആ വിത്തിനെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അതിൻ്റെതായ ഒരു റിസൾട്ട് ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. എന്നാൽ അതിനകത്തും 1% ആമേൻ, അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിലേക്ക് അത് വിളയപ്പെടുവാൻ, വളർത്തപ്പെടുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകൾക്കും
ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും റിസൾട്ട് 100% ഉറപ്പാണ്. കർത്താവ് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ആമേൻ. ശൂന്യതകളിലാണ് ആരംഭിച്ചതെങ്കിലും ഇന്നത് ഓരോ നിറഞ്ഞ ഇടങ്ങളായി, വയലുകളായി കർത്താവ് അതിനെ അനുഗ്രഹിച്ചു. അനേകരെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ, കർത്താവിൻ്റെ വേലയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ, ശക്തമായി മുൻനിരയിൽ നിൽക്കുവാൻ, അനേകരെ ഒരുക്കിയെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന്റെ സഹോദരിമാരുടെ വിഭാഗമായ WMC പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ പ്രസിഡന്റ് സ്ഥാനമൊക്കെ അലങ്കരിക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം ആമേനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ദൈവം മാനിച്ചാതിരിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ശക്തമായി മുന്നേറുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TVയിലൂടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അനേക സഹോദരിമാർക്ക് പ്രചോദനമായി തീരട്ടെ. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പേര് പോലെ തന്നെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ക്ഷമ ചോദിച്ച ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവിന്റെ ക്ഷമ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പ്രിയ അരോമ TVയുടെ പ്രേക്ഷകരെ, വാത്സല്യ ക്ഷമാ സിസ്റ്ററിന്റെ സാക്ഷ്യം പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ചില വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൽ ക്രമീകരണം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനമുള്ളതായി തീരുവാൻ, ഉപയുക്തമായി തീരുവാൻ ഇടയായിത്തീരും. അതിനായി നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവം നാം മഹിമപ്പെടുക മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിയാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം അല്പസമയം പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളിത്തം വഹിക്കാം. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com